പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് ആണ്. ലെറ്റ് us consider the first question. Evaluate delta is equal to determinant of 1abc, second row 1bca, third row 1cab. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ തന്ന ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്യണം. എങ്ങനെ ഈ തന്ന ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ എന്ത് മാറ്റം വരുത്തിയാൽ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്സ് എല്ലാം 1 1 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് കോളമോ സെക്കൻഡ് കോളമോ അല്ലെങ്കിൽ ഫസ്റ്റ് റോയോ സെക്കൻഡ് റോയോ 1 1 1 വരുവാണെങ്കിൽ അതിൽ ഒരു എലമെൻറ്റ് മാത്രം 1 ആയിട്ട് നിലനിർത്തിയിട്ട് ബാക്കി 1 ഉള്ള എൻട്രീസിനെ എല്ലാം 0 ആക്കി മാറ്റും. അതായത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കോളം നോക്കുക. ആ കോളത്തിൽ ഫസ്റ്റ് 1 എന്നുള്ള എലമെൻറ്റ് മാത്രം നിലനിർത്തിയിട്ട് ബാക്കി വരുന്ന 2 1-നെ എന്താക്കി മാറ്റും? നമ്മൾ 0 ആക്കി മാറ്റും. അതിനെ ഞാൻ ആ ബ്ലൂ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 2 1-നെയും എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. എങ്ങനെ ഈ 1-നെ 0 ആക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അതായത് സെക്കൻഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻ്റായ 1-നെയും തേർഡ് റോയിലുള്ള ഫസ്റ്റ് എലമെൻ്റായ 1-നെയും 0 ആക്കി മാറ്റണം. സെക്കൻഡ് റോയെ ഫസ്റ്റ് റോ കൊണ്ട് മൈനസ് ചെയ്താൽ, ദാറ്റ് ഈസ് R2 മൈനസ് R1 കാൽക്കുലേറ്റ് ചെയ്താൽ സെക്കൻഡ് റോയിൽ 1 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഒന്ന് എക്സാമ്പിൾ നോക്കുക. സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റായ 1 എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ സെക്കൻഡ് റോ എങ്ങനെ ചേഞ്ച് ആകും? 0 B മൈനസ് എ CA മൈനസ് BC. R2 മൈനസ് R1 കാൽക്കുലേറ്റ് ചെയ്യുമ്പം സെക്കൻഡ് റോ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി കഴിഞ്ഞു. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആകണം. അതായത് 1 ഉള്ള സ്ഥാനത്ത് 0 ആകണം. അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. അവിടെയും നമ്മൾ R3 മൈനസ് R1 എടുക്കും. അതായത് തേർഡ് റോ മൈനസ് ഫസ്റ്റ് റോ എടുക്കുമ്പം വീണ്ടും തേർഡ് റോയുടെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി മാറും. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി. R3 gives R3 minus R1. Then the third row becomes 0 C minus A AB minus BC ആയി മാറി. അപ്പോൾ പുതിയ ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കിയേ. ഡിറ്റർമിനൻ്റ് ഓഫ് 1ABC അവിടെ ചേഞ്ച് ഇല്ല. R2 മൈനസ് R1 ചെയ്തപ്പം 0 B മൈനസ് എ CA മൈനസ് BC ആണ് വന്നേക്കുന്നത്. തേർഡ് റോ 0 C മൈനസ് എ AB മൈനസ് BC ആണ് വന്നിരിക്കുന്നത്. കാര്യം നമ്മൾ തേർഡ് റോയിലെടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ R3 മൈനസ് R1 ആയിരുന്നു. ഇനി നമ്മൾ വീണ്ടും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡ് റോ വീണ്ടും നോക്കുക. സെക്കൻഡ് റോയിൽ എന്തെങ്കിലും കോമൺ എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കുക. സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് നോക്കിയേ. CA മൈനസ് BC ആണ്. രണ്ടിടത്തും ഏത് കോമൺ ഉണ്ട്? C കോമൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ C ഇൻറ്റു A മൈനസ് B അല്ലെങ്കിൽ മൈനസ് C ഇൻറ്റു B മൈനസ് A എന്ന് എടുക്കാൻ പറ്റും. സെക്കൻഡ് റോയിൽ നിന്ന് B മൈനസ് A കോമൺ എടുക്കുമ്പം ഡിറ്റർമിനൻ്റ് എന്തായി മാറും? സെക്കൻഡ് റോയിൽ നിന്നെല്ലാം B മൈനസ് A കോമൺ എടുക്കുക. B മൈനസ് A ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1ABC 0 1 minus C. Third row 0 C minus A minus of B into C minus A. അവിടെ നിന്ന് രണ്ടിടത്തുനിന്നും ലാസ്റ്റ് ടേമിൽ മൈനസ് B കോമൺ എടുക്കുക ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് റോ നോക്കുക. തേർഡ് റോ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 0 C മൈനസ് എ മൈനസ് B ഇൻറ്റു C മൈനസ് എ. ആ റോയിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെടുക്കാൻ പറ്റും? C മൈനസ് എ കോമൺ ആയിട്ട് എടുക്കാം.
സീറോയിൽ നിന്നും സി മൈനസ് എ കോമൺ എടുക്കാമല്ലോ. അപ്പോൾ വീണ്ടും 0 കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്തായി മാറും? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1a bc 0 1 മൈനസ് സി 0 1 മൈനസ് ബി ആയി മാറി. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 1 മാത്രം നിലനിർത്തി ആ 1ന് താഴെയുള്ള 2 എലമെൻറ്റും എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ 0 ആക്കി മാറ്റിയതെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? 0 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. റോ കൊണ്ട് കോളം കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി പോവും? 0 ആയിപ്പോവും. അപ്പോൾ ആ 1 ഇൻറ്റു എന്ന് മാത്രം എടുത്ത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് 1ന് താഴെയുള്ള 2 എലമെൻറ്റ്സും എന്താക്കി മാറ്റിയത്? 0 ആക്കി മാറ്റിയത്. ഈ ഡിറ്റർമിനൻറ്റിനെ ഫസ്റ്റ് കോളം ദാറ്റ് ഈസ് എക്സ്പാൻഡിങ് എലോങ് C1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ആ ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലമെൻ്റ് ഒഴിച്ച് ബാക്കി രണ്ടും എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ എഴുതാൻ പറ്റും? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു 1 ഇൻറ്റു മൈനസ് ബി മൈനസ് 1 ഇൻറ്റു മൈനസ് സി. അതിന് വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പം ബ്രാക്കറ്റിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് 1 ഇൻറ്റു മൈനസ് ബി മൈനസ് 1 ഇൻറ്റു മൈനസ് സി, അത് പ്ലസ് സി ആയി മാറും. അപ്പോൾ അത് ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു മൈനസ് ബി പ്ലസ് സി. അതിനെ നമ്മളൊന്ന് തിരിച്ചെഴുതിയേക്കുക ലാസ്റ്റ് സ്റ്റെപ്പിൽ. ദാറ്റ് ഈസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 1a square, second row 1b square, third row 1c square. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത എക്സാമ്പിൾ പോലെ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കോളത്തിൽ എല്ലാ എലമെൻറ്റ്സും എന്തായി വന്നു? 1 ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം നിലനിർത്തിയിട്ട് ബാക്കി 2 എലമെൻറ്റ്സും എന്താക്കി മാറ്റും? 0 ആക്കി മാറ്റും. എങ്ങനെ ഇതിനെ 0 ആക്കി മാറ്റാമെന്ന് ആലോചിച്ച് നോക്കൂ. ഫസ്റ്റ് എലമെൻ്റായ 1 മാത്രം നിലനിർത്തിയിട്ട് ബാക്കി 2 1ഉം എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. എങ്ങനെ ചെയ്യാൻ പറ്റും? കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതേ മെത്തേഡ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ R2 മൈനസ് R1 എടുക്കും. സെക്കൻഡ് റോയെ എങ്ങനെ ചേഞ്ച് ചെയ്യും? R2 മൈനസ് R1 ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റ് എന്തായി മാറും? 1 മൈനസ് 1 എടുക്കുമ്പം 0 ആയി മാറും. ദാറ്റ് ഈസ് R2 gives R2 minus R1. Therefore, the second row becomes 0 b minus a b square minus a square. ആ സെക്കൻഡ് റോയ്ക്ക് മാത്രം ചേഞ്ച് ആകും. ബാക്കി ഫസ്റ്റ് റോയും തേർഡ് റോയും അതുപോലെ തന്നെ നിൽക്കും. ഇനി തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻ്റായ 1 എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റായ 1 0 ആകണം. വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കുക. തേർഡ് റോയെ ഫസ്റ്റ് റോ കൊണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1 എടുക്കുമ്പോൾ എന്തായി പോവും? 0 ആയി പോകും. അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കും. R3 gives R3 മൈനസ് R1. അപ്പോൾ തേർഡ് റോ എങ്ങനെ ചേഞ്ച് ചെയ്യും? 0 c മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയി മാറി. അപ്പോഴും നമുക്ക് കിട്ടിയ പുതിയ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 1a സ്ക്വയർ 0 b മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ 0 c മൈനസ് എ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് 1 കിട്ടി. ആ 1ന് താഴെയുള്ള 2 എലമെൻറ്റും എന്തായി മാറി? 0 ആയി മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ആലോചിച്ച് നോക്കുക. സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് ബി മൈനസ് എ കോമൺ എടുക്കാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് റോ എങ്ങനെ ചേഞ്ച് ചെയ്യും? ബി മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1a സ്ക്വയർ സെക്കൻഡ് റോ 0 1 ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിൽ നിന്ന് ബി മൈനസ് എ കോമൺ എടുക്കുമ്പം
അതായത് നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ അവിടുന്ന് അതുപോലെ ബി മൈനസ് എ കോമൺ എടുക്കുമ്പം സെക്കൻഡ് റോ 0 1 ബി പ്ലസ് എ ആയി മാറും. ഇനി തേർഡ് റോ നോക്കുക. തേർഡ് റോയിൽ നിന്ന് നമുക്ക് സി മൈനസ് എ കോമൺ എടുക്കാൻ പറ്റും. അപ്പോഴതെങ്ങനെ വരും? 0 സി മൈനസ് എ. ഈ സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി മൈനസ് എയും സി പ്ലസ് എയുമാണ്. അപ്പോൾ തേർഡ് റോയിൽ നിന്ന് വീണ്ടും നമുക്ക് സി മൈനസ് എ കോമൺ എടുക്കാൻ പറ്റും. സി മൈനസ് എ കോമൺ എടുക്കുമ്പോൾ തേർഡ് റോ എന്തായിട്ട് മാറും? 0 1 സി പ്ലസ് എ ആയി മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയ ഡിറ്റർമിനൻറ്റ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ കോമൺ എടുത്ത സി മൈനസ് എ ഇൻറ്റു determinant of 1a square, second row 0 1 b plus a, third row 0 1 c plus a. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡിങ് എലോങ് C1. C1 എന്ന് പറയുന്ന റോ കോളം എടുത്ത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? b മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് 1a സ്ക്വയർ 0 1 ബി പ്ലസ് എ 0 1 സി പ്ലസ് എ. ആ ഡിറ്റർമിനൻ്റ് നമ്മൾ ഫസ്റ്റ് കോളം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യും. അപ്പോഴെന്ത് കിട്ടും? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു 1 ഇൻറ്റു 1 വരുന്ന റോയും കോളവും കളയണം. അടുത്ത ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 ഇൻറ്റു സി പ്ലസ് എ മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എ. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു സി പ്ലസ് എ, ദാറ്റ് ഈസ് സി പ്ലസ് എ, മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് എ, അതെന്തായി മാറും? മൈനസ് ബി മൈനസ് എ ആയി മാറും. അപ്പോൾ മൈനസ് എയും പ്ലസ് എയും ക്യാൻസലായി പോവും. ബ്രാക്കറ്റ് അകത്തുള്ള ടേം സി മൈനസ് ബി ആയി മാറും. അതുകൊണ്ട് ആൻസർ എന്തായിട്ട് മാറും? ബി മൈനസ് എ ഇൻറ്റു സി മൈനസ് എ ഇൻറ്റു സി മൈനസ് ബി. ഈ പ്രോബ്ലംസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ വീഡിയോ കണ്ട് ഇത് മനസ്സിലാക്കി നോട്ടിലേക്ക് പകർത്തണം.